ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഓണത്തിരക്കിലാണ്. അപ്പോൾ ആകെ ഒന്ന് ഡള്ളായിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓണത്തിനൊക്കെ എന്തായാലും ഒന്ന് ഒരുങ്ങും. ആ ഒരു സമയത്ത് മുഖത്തിൻ്റെ ആ നാച്ചുറലായിട്ടുള്ള ഭംഗി ഒന്ന് നിലനിർത്തി അല്ലെങ്കിൽ ആ ഭംഗി ഒന്നുകൂടി പൊലിപ്പിക്കാനായിട്ട് മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നിക്കാനായിട്ട് ഉള്ളൊരു ഫേസ് പാക്ക്. പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് തേച്ച ഉടനെ വെളുക്കുമെന്നോ അല്ലെങ്കിൽ ഒറ്റ തവണ കൊണ്ട് 100 ഇരട്ടി വെളുപ്പെന്നോ ഒന്നുമല്ല പറയുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ എന്താണോ, വെളുത്തതാണോ കറുത്തതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിന് ഒന്ന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ, നല്ല ക്ലെൻസിങ് ആയിട്ടിരിക്കുന്ന നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. ഇനിയും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല, പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അപ്പം ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നത്, ആദ്യം നമുക്ക് സ്ക്രബിങ്ങിനായിട്ട് വേണ്ടുന്നത് ഒരു ടൊമാറ്റോ, ഒരു തക്കാളിയെ പകുതിയായിട്ട് മുറിക്കുക. അതിനകത്തേക്ക് ചെറിയ തരിയായിട്ടുള്ള, വലിയ തരിയുള്ള പഞ്ചസാര ഇടരുത്, കുഞ്ഞി തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് കട്ടയായിട്ടുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിടുക. എന്നിട്ട് നമുക്കിതുപോലെ വിരൽ കൊണ്ട് അമുക്കി ആ ടൊമാറ്റോയുടെ അകത്തേക്ക് ഇതിനെ ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് ഫേസിലും നെക്കിലും എല്ലാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. വളരെ നല്ലൊരു സ്ക്രബാണ് തക്കാളിയും പഞ്ചസാരയും കൊണ്ടുള്ളത്. ഇനി തക്കാളി അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് മാത്രം, അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊരു 5 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാം. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള മുൾത്താനി മിട്ടിയാണ്. നമ്മുടെ മുഖത്തേക്കും കഴുത്തിലേക്കും ഇനി കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് എടുക്കാവുന്നതാണ്. മുൾത്താനി മിട്ടി നമുക്കെല്ലാവർക്കും അറിയാം, വളരെ നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്നതാണ്. അത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും, ഇപ്പോൾ ഓണത്തിനെന്ന് മാത്രമല്ല ആഴ്ചയിൽ 2 ദിവസം റെഗുലറായിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കാമെങ്കിൽ വളരെ നല്ലൊരു പാക്കാണ്. രണ്ടാമത് എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള അരിപ്പൊടിയാണ്. പിന്നെ എടുക്കുന്നത് ആലോവേര ജെല്ലാണ്. ആലോവേര ജെല്ല് നമുക്ക് വീട്ടിൽ ചെടിയിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കുന്നതിന്, അതിന് പ്രത്യേകിച്ച് അലർജി ചൊറിച്ചിലൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അതിൽ നിന്ന് തന്നെ കുറച്ച് പൽപ്പെടുത്ത് ഉപയോഗിക്കാം. എനിക്കിപ്പോൾ ഡയറക്റ്റ് ചെടിയിൽ നിന്ന് എടുക്കുന്നത് എത്ര നേരം അതിൻ്റെ കറയെല്ലാം മാറ്റിയിട്ട് വെച്ചാലും അതിന് വല്ലാത്തൊരു ചൊറിച്ചിൽ അനുഭവപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ മാർക്കറ്റ് ബേസ്ഡിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ അലോവേര ജെല്ല്. പിന്നെ വേണ്ടുന്നത് റോസ് വാട്ടർ. ഇനി റോസ് വാട്ടർ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നോർമൽ പച്ചവെള്ളം ആയാലും മതി, ഒരല്പം ഉപയോഗിച്ച്, പക്ഷേ റോസ് വാട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസി ആകരുത്, ചെറിയൊരു ലൂസായിട്ടുള്ള, നമുക്ക് മുഖത്തൊര അപ്ലൈ ചെയ്താലോ മാസ്കായിട്ട് പറ്റി പിടിച്ചിരിക്കാൻ പാകത്തിനുള്ള ഒരു നല്ലൊരു ചെറിയൊരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ആദ്യം നമ്മൾ ടൊമാറ്റോയും ആദ്യം നമ്മളൊന്ന് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ആ പഞ്ചസാര അങ്ങ് അലിഞ്ഞു പോവുകയാണെങ്കിൽ വീണ്ടും രണ്ടാമതും അതേ തക്കാളിയിലേക്ക് തന്നെ, ആ ഭാഗത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, തക്കാളിയിലേക്ക് വീണ്ടും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് മൊത്തം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ അതേപോലെ സ്ക്രബ് ചെയ്യുക. മുഖം നല്ല ഗ്ലോ ആവും. അതിനുശേഷം ഒന്ന് നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാൻ തക്കാളിയുമായിട്ട് ഇരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ ഒരു പാക്ക് റെഡിയാക്കി വെച്ചേക്കുക. ഒരുപാടങ്ങ് കട്ടിയാകരുത്. എൻ്റെത് കുറച്ച് കട്ടിയായിട്ട് തോന്നിയപ്പം ഞാൻ കുറച്ചുകൂടി റോസ് വാട്ടർ ഉപയോഗിച്ച് ഇതിനെ ഒന്നുകൂടി ലൂസാക്കി എടുക്കാം. അതിനുശേഷം വേണം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ടൊമാറ്റോ എല്ലാം തുടച്ച് നല്ലതായിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കഴുത്തിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കയ്യിലും കൂടിയും തേക്കുന്നുണ്ട്. അതുപോലെ മുഖത്തും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് 2-3 തവണ അപ്ലൈ ചെയ്ത് വെച്ചേക്കൂ. ഒരു 20-25 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ നന്നായിട്ട് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ചെറുതായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നന്നായിട്ടൊരു സ്ക്രബും കൂടി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് കളയുമ്പോൾ ഏതൊരു പാക്കായാലും നമ്മൾ പാക്കിട്ട് കഴിഞ്ഞാൽ ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് റോസ് വാട്ടർ നന്നായിട്ട് മുഖത്തെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് മുഖത്ത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് അനുവദിക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്.
അപ്പോൾ അങ്ങനെ റോസ് വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങി കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസറിന് ശേഷം പകൽ സമയത്താണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാനും വിട്ടുപോകരുത്. അപ്പോൾ ഇത് റെഗുലറായിട്ട് ആഴ്ചയിൽ 2 ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്ന നല്ലൊരു അടിപൊളി പാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിനിടയിലും വീഡിയോ വന്ന് കാണാൻ നല്ല മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ എല്ലാവർക്കും ഓണാശംസകൾ. നമുക്കിനി ഓണത്തിന് ശേഷം പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.